മാനസികമായിട്ട് ഉള്ളിൽ തകർക്കുക എന്ന് പറയുമ്പോൾ എത്ര വിഷമമുണ്ട്, വേദനയുണ്ട്. അതും സ്വന്തം പാർട്ടീനെ ഇത്രയും നല്ലോണം സ്നേഹിച്ച ഒരു വ്യക്തിയല്ലേ. അതാണ് എനിക്ക് ഏറ്റവും വലിയ സങ്കടം. എനിക്ക് അറിയുന്ന കാരണം ഞാൻ അതിൽ എന്നോട് പറഞ്ഞ കാര്യം എന്നോട് പറഞ്ഞ കാര്യം ഇത് മാത്രമേ എൻ്റെ അടുത്ത് പോകുന്ന തലേ ദിവസം വരെ എൻ്റെ അടുത്ത് പറഞ്ഞ ഒറ്റ ഒരു കാര്യം മാത്രമേ ഇതുള്ളൂ. എനിക്കിതിൽ ഭയങ്കര വിഷമമുണ്ട്, എൻ്റെ പൈസ മുഴുവൻ അവിടെയായി, ഇനി എന്നാ ചെയ്യാന്ന്, നമ്മളെങ്ങനെ മുന്നോട്ട് പോവാ, അതിന് ലൈസൻസ് ഒന്നും കിട്ടൂല. ഇതാണ് എൻ്റെ അടുത്ത് പറഞ്ഞ വാക്യം. ഇനി വേറെ നമ്മളെ വീട്ടിൽ ഒരു പ്രശ്നവുമില്ല, നമ്മൾ അത്രയും നല്ല സമാധാനത്തെ ഇനിയിപ്പം പ്രശ്നങ്ങൾ ഉണ്ടായാൽ തന്നെ എന്നെ അത് എനിക്ക് പറഞ്ഞു തന്നിട്ട് അത് പരിഹരിച്ചു തരാൻ പറ്റുന്ന ഒരു വ്യക്തിയാണത്. അതുപോലെ നാട്ടിലെല്ലാവരും ചോദിച്ചാൽ അറിയാം, നാട്ടിലെ ഏത് കാര്യത്തിനും പോയിട്ട് ഇടപെടാനും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഒതുങ്ങുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ ഇപ്പൊ നമ്മളെ വീട്ടിൽ ഇങ്ങനെ ഒരു ചെറിയ എന്തെങ്കിലും ഇപ്പൊ നിങ്ങൾ എന്ത് പ്രശ്നമാണെന്ന് എനിക്കറിയില്ല, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോയിട്ട് ആത്മഹത്യ ചെയ്യാൻ വക്കീൽ അവർ എത്തൂല ഒരിക്കലും. അങ്ങനെ ഒരിക്കലും ഞാനത് എന്റെ മനസ്സിൽ ഞാനത് ഒരിക്കലും വിശ്വസിക്കില്ല. ഞാനും എന്റെ മക്കളും എന്റെ കുടുംബക്കാരും എന്ത് പക തീർക്കലാണെന്നൊന്നും എനിക്കറിയില്ല. പാർട്ടീനെ സ്നേഹിച്ചുകൊണ്ടാണ് എനിക്ക് അവരോട് ഭയങ്കര അവർ അത്രയധികം സ്നേഹിച്ചു പാർട്ടീനെ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമമാണ്. നമുക്ക് തന്നെ ആ പാർട്ടിനോട് ചായ്വ് വന്നുപോയി ഇവരെ സ്നേഹം കണ്ടിട്ട്. പക്ഷെ ഇപ്പൊ രാഷ്ട്രദീപികയിലെല്ലാം വന്ന ന്യൂസ് അതല്ലേ, ഇങ്ങനെയുള്ള ന്യൂസുകളാണ് രാഷ്ട്രദീപികയിലും ദേശാഭിമാനിലൊക്കെ വരുന്നത്. പാർട്ടി തന്നെ പിന്നെ കഴിഞ്ഞ 2 ദിവസം മുന്നേ വേറൊരു ഇഷ്യൂ ആയിരുന്നു. ഇങ്ങനെ ഓരോ ദിവസം ഓരോരോ ഇഷ്യൂസ് നമ്മളിങ്ങനെ കേട്ടോണ്ടേ ഇരിക്കുവാണ്. തളർന്ന് പോവായിരുന്നു. ഏട്ടൻ അങ്ങനെ ആ ഒരു വഴി തെരഞ്ഞെടുത്തു. ഇനിയിപ്പൊ ഞാൻ ഈ 2 കുട്ടികളെയും കൊണ്ട് ഞാൻ തന്നെ ചെയ്യാം. അവരിങ്ങനെ ഓരോരോ ദിവസം ഓരോ അപവാദങ്ങൾ വരുത്തുന്നു. എല്ലാവരും വിളിച്ച് എന്നോട് ചോദിക്കുന്നു, ഞാനെന്നാ ഉത്തരം പറയേണ്ടത്? മക്കൾക്ക് ഒരു ഭാവിയിൽ അതൊരു ഇതാവരുത്, എനിക്ക് അത്രേ പറയാനുള്ളൂ. നമസ്കാരം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് വേണ്ടി കേരളം ഒരുങ്ങുന്നു. കേരളം കഴിഞ്ഞ 10 വർഷക്കാലമായി ഭരിക്കുന്നത് ബഹുമാന്യനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. CPM നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാരിനെ നയിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഭരണകാലത്ത് കേരളത്തിൽ നടന്നിട്ടുള്ള വിവാദങ്ങളായ കൊലപാതകങ്ങളെക്കുറിച്ചും വിവാദങ്ങളായ കൊള്ളയെക്കുറിച്ചും മുഖ്യമന്ത്രിയുടെ പോലീസുകാർ അന്വേഷിച്ചിട്ട് ഒരു തുമ്പും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഇത്തരുണത്തിൽ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട് അഥവാ അദ്ദേഹത്തിന്റെ ദുരൂഹ മരണം ആത്മഹത്യയാണ് എന്ന് വരുത്തി തീർക്കുകയും ആ ആത്മഹത്യക്ക് പ്രേരകമായി നിന്നത് മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ PP ദിവ്യയായിരുന്നു. എന്നാൽ PP ദിവ്യക്കെതിരെ ഈ കേസുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള തെളിവുകളും കണ്ടെത്താൻ സാധിച്ചില്ല എന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണ റിപ്പോർട്ടാണ് കോടതിയിൽ ഉള്ളത്. ഇതുപോലെ തന്നെ പ്രമാദമായ മറ്റൊരു കേസായിരുന്നു ശബരിമല സ്വർണ്ണക്കൊള്ള കേസ്. 2018-19 കാലഘട്ടത്തിൽ ശബരിമലയിലെ ക്ഷേത്രത്തിലെ സ്വർണം, കിണ്ടി, ചെമ്പ്, ഓട്ടുപാത്രങ്ങളിലടക്കം ശാസ്താവിന്റെ തിരുവാഭരണങ്ങളിൽ വരുന്ന സ്വർണമടക്കം കട്ടുമുടിച്ചിട്ടും ആ കേസുമായി ബന്ധപ്പെട്ട് CPMന്റെ സമുന്നതരായ നേതാക്കളെയും MLAയും എല്ലാം SIT അറസ്റ്റ് ചെയ്തിട്ടും അവർക്കെതിരെ ഒരു കുറ്റപത്രം പോലും സമർപ്പിക്കാൻ SITക്ക് സാധിച്ചില്ല. ഈ പ്രതികളെല്ലാം ജാമ്യത്തിൽ ഇറങ്ങിപ്പോവുകയും ചെയ്തു. ഇനി അതിന്റെ നടപടിക്രമങ്ങൾ കണ്ടോളൂ എന്നാണ് ഇപ്പോൾ സർക്കാർ പറയുന്നത്. എന്നാൽ ഇതിനും കുറച്ചുകൂടി പുറകോട്ടേക്ക് നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ 2019 ജൂൺ 18 കണ്ണൂരിൽ പുതിയ തെരുവിൽ ഒരു ആത്മഹത്യ നടക്കുകയുണ്ടായി. ആന്തൂർ സാജൻ എന്ന് പറയപ്പെടുന്ന പ്രവാസി മലയാളിയാണ് അവിടെ അന്ന് ആത്മഹത്യ ചെയ്തത്. ദീർഘനാൾ നൈജീരിയയിൽ ജോലി ചെയ്തിരുന്ന സാജൻ തന്റെ ആജീവനാന്ത സമ്പാദ്യവുമായി നാട്ടിലെത്തുകയും നാട്ടിൽ പാർത്ത കൺവെൻഷൻ സെന്റർ എന്ന് പറഞ്ഞ ഒരു കൺവെൻഷൻ സെന്റർ ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ ഇതിന്റെ പണികളെല്ലാം പൂർത്തിയാക്കിയിട്ടും ഒരു കാരണവശാലും അതിന് പ്രവർത്തനാനുമതി നൽകിയില്ല. ആരാണ് പ്രവർത്തനാനുമതി നൽകാതിരുന്നത് എന്നുള്ള ചോദ്യം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിക്കൽ നിൽക്കുന്ന കേരളത്തിന് ഏറെ പ്രസക്തമായ ചോദ്യം തന്നെയാണ്. കാരണം അന്ന് ആന്തൂർ നഗരസഭയുടെ ചെയർപേഴ്സൺ ആയിരുന്നത് ഇന്ന് തളിപ്പറമ്പിൽ മത്സരിക്കുന്ന CPM സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യയായ PK ശ്യാമളയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേരളം ചർച്ച ചെയ്തതും അത് തന്നെയാണ്. താൻ നഗരസഭാ സെക്രട്ടറിയായി, നഗരസഭയുടെ ചെയർപേഴ്സണായി ഈ കസേരയിൽ ഇരിക്കുന്നത്ര കാലം സാജന് പാർത്ത കൺവെൻഷൻ സെന്റർ പ്രവർത്തനാനുമതി നൽകില്ല എന്ന് തന്നെയായിരുന്നു ശ്യാമള പറഞ്ഞിരുന്നത് എന്നാണ് ശ്യാമളയുടെ വീട്ടുകാരും സാക്ഷ്യം ചെയ്തിരിക്കുന്നത്. തന്റെ ആജീവനാന്ത സമ്പാദ്യം മുഴുവൻ ചിലവഴിച്ചുകൊണ്ട് അദ്ദേഹം പടുത്തുയർത്തിയ പാർത്ത കൺവെൻഷൻ സെന്റർ പ്രവർത്തനം തുടങ്ങാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ജീവിതം വരെ വഴിമുട്ടിപ്പോകും എന്നുള്ള വിവരം തിരിച്ചറിഞ്ഞ സാജൻ മുട്ടാത്ത വാതിലുകളില്ല. എന്നാൽ ഒരു കാരണവശാലും ഞാൻ ഈ കസേരയിൽ ഇരിക്കുമ്പോൾ സാജന് പ്രവർത്തന അനുമതി നൽകില്ല. സാജന്റെ
വാർത്താ കൺവെൻഷൻ സെന്റർ പ്രവർത്തിക്കില്ല എന്നുള്ള നിശ്ചയദാർഢ്യമായിരുന്നു അല്ലെങ്കിൽ അഹങ്കാരമായിരുന്നു പി.കെ. ശ്യാമള എന്ന ആന്തൂർ നഗരസഭയുടെ ചെയർപേഴ്സൺ ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത്. അവരത് പലപ്പോഴും നേരിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ സാജന്റെ ഭാര്യ മാധ്യമങ്ങളോട് നടത്തിയ അഭിമുഖത്തിലും വ്യക്തമാക്കിയത്. സാജൻ ഒരു സഖാവായിരുന്നു, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിയുറച്ച വിശ്വാസമുള്ള ആളായിരുന്നു, പ്രവർത്തകനായിരുന്നു. എന്നിട്ടും ഒരു സഖാവിനോട് തന്നെയാണ് സഖാക്കന്മാരുടെ സംഘടന നാട് ഭരിക്കുമ്പോൾ, നഗരസഭ ഭരിക്കുമ്പോൾ ഇത്തരത്തിൽ അയാളെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന തരത്തിലുള്ള പ്രവണതകൾ ഉണ്ടായത്. പണികളിലെ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചിട്ടാണ് എപ്പോഴും സാജന് പ്രവർത്തനാനുമതി നിഷേധിച്ചിരുന്നത്. എന്നാൽ ഓരോ പ്രാവശ്യവും ചെല്ലുമ്പോൾ ഓരോ കാര്യം പറഞ്ഞ് പ്രവർത്തനാനുമതി നിഷേധിക്കുമ്പോൾ അതെല്ലാം പരിഹരിച്ച് വീണ്ടും ചെല്ലുമ്പോൾ വീണ്ടും പ്രവർത്തനാനുമതി തരില്ല എന്നുള്ള ധാർഷ്ട്യത്തിൽ തന്നെയായിരുന്നു പി.കെ. ശ്യാമള. അതായത് ADM നവീൻ ബാബുവിന്റെ മരണത്തിലേക്ക് തള്ളിവിട്ടത് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന CPM-ന്റെ കണ്ണൂരിലെ സാരി ഉടുത്ത പിണറായി എന്ന് വിശേഷിപ്പിക്കുന്ന PP ദിവ്യ ആയിരുന്നെങ്കിൽ, ആന്തൂരിലെ പ്രവാസി മലയാളിയായ സാജനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടതിന്റെ പ്രേരക ശക്തിയായി പ്രവർത്തിച്ചത് പി.കെ. ശ്യാമള എന്ന ഇപ്പോഴത്തെ തളിപ്പറമ്പിലെ LDF-ന്റെ സ്ഥാനാർത്ഥിയും CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദന്റെ ഭാര്യയുമാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത. 2026 കേരളം പോളിംഗ് ബൂത്തിലേക്ക് ചെല്ലുമ്പോൾ തളിപ്പറമ്പിൽ മാത്രമല്ല കേരളത്തിലെ ഓരോ വോട്ടർമാരും ഇത് ചിന്തിക്കേണ്ടതാണ്. ഈ സർക്കാർ നിലവിൽ വന്നതിന് ശേഷം എത്ര ആളുകളുടെ ജീവനാണ് ഇതുപോലെ പൊലിഞ്ഞത്, എത്ര ആളുകളുടെ സ്വപ്നങ്ങളാണ് പൊലിഞ്ഞത്. അടിസ്ഥാന വർഗത്തിന്റെ, തൊഴിലാളി വർഗത്തിന്റെ സർക്കാരാണ് ഞങ്ങൾ, അല്ലെങ്കിൽ തൊഴിലാളി വർഗത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് ഞങ്ങൾ എന്ന് അവകാശപ്പെടുന്ന വിപ്ലവ പ്രസ്ഥാനത്തിന്റെ, പുരോഗമന പ്രസ്ഥാനത്തിന്റെ പാർട്ടിയാണ് CPM എന്ന് ആഘോഷിക്കുന്ന കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തത്തിന്റെ വക്താക്കളായി മേനി നടിക്കുന്നവർ സ്വന്തം പ്രസ്ഥാനത്തിലെ സഖാക്കന്മാരോട് പോലും ഇത്തരത്തിൽ നീതിരഹിതമായാണ് പെരുമാറുന്നത് എന്നുള്ള ഒരു ബോധ്യം മനസ്സിൽ വെച്ചിട്ടായിരിക്കണം കേരളത്തിലെ ഓരോ സമ്മതിദായകരും ഈ വരുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ബൂത്തിൽ ചെല്ലുമ്പോൾ, ബാലറ്റ് പേപ്പർ കയ്യിൽ കിട്ടുമ്പോൾ, അല്ലെങ്കിൽ ബാലറ്റിൽ വോട്ട് രേഖപ്പെടുത്തും മുൻപ് ചിന്തിക്കേണ്ട കാര്യം, ആന്തൂർ സാജന്റെ മുഖം നിങ്ങളുടെ ചിന്തയിൽ തെളിയണം. പി.കെ. ശ്യാമള എന്ന CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാര്യയുടെ മുഖവും നിങ്ങളുടെ മനസ്സിൽ ഓടിയെത്തണം. ഇത് നാട്ടുകാരിപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം പ്രചരിപ്പിക്കുന്ന വാർത്ത തന്നെയാണ്. ഒരു കുടുംബത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് വീണ്ടും ഇപ്പോഴും നാടിന്റെ ഭരണാധികാരിയായി വിലസുവാൻ വേണ്ടി ചില ആളുകൾ നടത്തുന്ന കുൽസിത ശ്രമങ്ങളെ ജനങ്ങൾ പുച്ഛിച്ചു തള്ളും എന്ന് തന്നെയാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും പി.കെ. ശ്യാമളയ്ക്കെതിരെയും MV ഗോവിന്ദനെതിരെയും CPM-നെതിരെയും ജനവികാരം ആർത്തിരമ്പുന്നത്. ഒരു കാരണവശാലും തങ്ങളുടെ വീട്ടിൽ സാജൻ ആത്മഹത്യ ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു വിഷയം ഉണ്ടായിരുന്നില്ല എന്നാണ് സാജന്റെ ഭാര്യ ബീനയും മക്കളും പിന്നീട് മാധ്യമ സമ്മേളനം നടത്തിയപ്പോൾ പറഞ്ഞത്. എന്നാൽ സാജന്റെ ആത്മഹത്യക്ക് ശേഷം ആ കുടുംബത്തോടൊപ്പം ചേർന്ന് നിൽക്കേണ്ട സഖാക്കന്മാർ ചെയ്തത് പാർട്ടിയുടെ മുഖപത്രമായ ദേശാഭിമാനിയിൽ സാജന്റെ ഭാര്യ ബീനയും സാജന്റെ ഡ്രൈവർ മൻസൂറും തമ്മിൽ അവിഹിത ബന്ധമുണ്ട് എന്നുള്ള മുഴുനീള ചിത്രകഥ എഴുതി പ്രചരിപ്പിക്കുന്നതിലായിരുന്നു അവർക്ക് താല്പര്യം. സൈബർ സഖാക്കൾ ഇത് ഏറ്റുപാടുമ്പോൾ ഒരു കുടുംബത്തിൽ ബാക്കി അവശേഷിക്കുന്ന ആളുകളെ കൂടി ഇല്ലായ്മ ചെയ്യണം എന്നുള്ള പാർട്ടിയുടെ കുടില തന്ത്രമായിരുന്നു, വൈരാഗ്യ മനസ്ഥിതി തന്നെയായിരുന്നു. പാർട്ടി പക തീർക്കുകയായിരുന്നു. തൊഴിലാളി വർഗത്തിന്റെ പാർട്ടി എന്ന് പറയുന്ന ഈ പാർട്ടി, ഈ പ്രസ്ഥാനം തൊഴിൽ ചെയ്തെടുക്കുവാൻ സഖാക്കന്മാരെ പോലും സമ്മതിക്കില്ല, അനുവദിക്കില്ല. അല്ലെങ്കിൽ പാർട്ടിയുടെ സ്ഥാപിത താല്പര്യങ്ങൾക്ക് വഴങ്ങാതെ ഇരിക്കുന്ന സാജനെ പോലുള്ള ആളുകളെ ഒരു കാരണവശാലും ഞങ്ങൾ വെച്ച് പൊറുപ്പിക്കില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പാർട്ടിയുടെ സ്ഥാപിത താല്പര്യം എന്ന് പറയുമ്പോൾ പാർട്ടിയുടെ സാമ്പത്തികമായ നേട്ടങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ കനത്ത തുകകൾ സംഭാവന ചെയ്യാത്ത, പാരിതോഷികങ്ങൾ നൽകാത്ത ആളുകൾ കൺവെൻഷൻ സെന്ററിലല്ല മറ്റ് എന്ത് സെന്ററുകൾ തുടങ്ങിയാലും അതിന് പ്രവർത്തനാനുമതി ഞങ്ങൾ നൽകില്ല എന്നുള്ള ധാർഷ്ട്യം തന്നെ ആയിരിക്കണം ഈ പ്രവർത്തനാനുമതി നൽകാത്തതിന്റെ പിന്നിൽ ഉണ്ടായിരുന്ന വികാരം, അല്ലെങ്കിൽ അത് തന്നെയായിരിക്കണം അതിന്റെ പുറകിലുണ്ടായിരുന്ന വിഷയം എന്നാണ് നാട്ടുകാരും സാക്ഷ്യം ചെയ്യുന്നത്. എന്നാൽ ഈ വിഷയം അന്വേഷിച്ച പോലീസ് ശ്യാമളയ്ക്ക് ഈ വിഷയത്തിൽ യാതൊരു തരത്തിലും പങ്കില്ല എന്നാണ് എഴുതി തള്ളിയത്. CPM സംസ്ഥാന സർക്കാർ ഭരിക്കുമ്പോൾ ആ സർക്കാരിന് കീഴിലുള്ള ആഭ്യന്തര വകുപ്പിലെ പോലീസുകാർ മറിച്ചൊരു അഭിപ്രായവും മറിച്ചൊരു കേസും എഴുതി ഉണ്ടാക്കാൻ സാധ്യതയില്ലല്ലോ. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദന്റെ ഭാര്യ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രതിയാക്കപ്പെടുമ്പോൾ അവരുടെ പേരിൽ പോലീസ് അന്വേഷിക്കുമ്പോൾ CPM-ന് കീഴിലുള്ള ആഭ്യന്തര വകുപ്പിലെ പോലീസുകാർ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യയ്ക്കെതിരെ മറ്റൊരു റിപ്പോർട്ട് എഴുതാൻ ഒരു കാരണവശാലും സാധ്യതയില്ലല്ലോ. പിന്നീട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ക്രൈംബ്രാഞ്ചും ഈ കേസ് അന്വേഷിക്കുകയും സാജൻ മരിച്ചത് തന്റെ
കൺവെൻഷൻ സെന്ററിനുള്ള പ്രവർത്തനാനുമതി നിഷേധിച്ചതിന്റെ പേരിലാണ് എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയത്. എന്നാൽ ആ പ്രവർത്തനാനുമതി നൽകാത്തതിൽ പി കെ ശ്യാമളയ്ക്ക് പങ്കുണ്ട് എന്നുള്ളതിന്റെ യാതൊരു തെളിവുകളും ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് ക്രൈംബ്രാഞ്ചും ഈ കേസ് 2020 ഒക്ടോബറിൽ എഴുതി തള്ളുമ്പോൾ റിപ്പോർട്ടായി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ വളരെ ഒച്ചപ്പാടുണ്ടാക്കുന്ന അല്ലെങ്കിൽ സാമൂഹ്യ അന്തരീക്ഷത്തിൽ വളരെ ചലനങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു പ്രസ്താവനയുമായി ടി കെ ഗോവിന്ദൻ രംഗത്ത് വന്നിരിക്കുന്നു. CPM-ന്റെ ദീർഘകാലത്തെ ബന്ധം ഉപേക്ഷിച്ചുകൊണ്ട് CPM-ൽ നിന്ന് പുറത്തുപോയി 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തളിപ്പറമ്പിൽ പി കെ ശ്യാമളയ്ക്കെതിരെ മത്സരിക്കുന്ന CPM-ന്റെ സമുന്നത നേതാവായ ടി കെ ഗോവിന്ദൻ സുപ്രധാനമായ ചില വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നു. ആന്തൂർ സാജന്റെ വിവരങ്ങളുമായി ആത്മഹത്യയുമായി ബന്ധപ്പെട്ട വിവരങ്ങളടങ്ങിയ പല രേഖകളും പല ഫയലുകളും ഓഫീസിൽ നിന്ന് കാണാതായിട്ടുണ്ട്. ആ കാണാതാവുന്നതിന്റെ പുറകിൽ പ്രവർത്തിച്ച ആളുകൾ ഇപ്പോഴും അവിടെ ആ ഓഫീസിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഞെട്ടിക്കുന്ന വിവരം തന്നെയാണ് ടി കെ ഗോവിന്ദൻ പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് CPM-ന് ഈ സാജന്റെ മരണവുമായി ബന്ധമുണ്ട്, അതിന്റെ രേഖകൾ ഓഫീസിൽ നിന്ന് കാണാതെ പോയതിന് പിറകിൽ പ്രവർത്തിച്ച ആളുകൾ ഇപ്പോഴും ആന്തൂർ നഗരസഭയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് ടി കെ ഗോവിന്ദൻ തുറന്നടിച്ചിരിക്കുന്നത്. എന്നാൽ പോലീസിന്റെ അന്വേഷണത്തെ തുടർന്ന് അന്ന് ആന്തൂർ നഗരസഭയിൽ സെക്രട്ടറി ആയിരുന്ന ഗിരീഷിനെ പിന്നീട് സസ്പെൻഡ് ചെയ്യുകയും കുറെ കാലങ്ങൾക്ക് ശേഷം കാഞ്ഞങ്ങാട് നഗരസഭയുടെ സെക്രട്ടറിയായി അദ്ദേഹത്തെ സർക്കാർ നിയോഗിക്കുകയും ചെയ്തു. ഇവിടെ ഒരു കുടുംബത്തിന് ഏത് തരത്തിലാണ് നീതി നിഷേധിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ പാർട്ടി സഖാക്കന്മാർക്ക് തന്നെ പാർട്ടി ഭരിക്കുമ്പോൾ ഗതിയില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തം തന്നെയാണ് പി കെ ശ്യാമള ആന്തൂർ നഗരസഭയുടെ ചെയർപേഴ്സൺ ആയിരിക്കുമ്പോൾ അവിടെ പ്രവർത്തനാനുമതി നിഷേധിക്കപ്പെട്ട ഒരു കൺവെൻഷൻ സെന്ററിന്റെ ഉടമയായ സഖാവ് ആത്മഹത്യ ചെയ്യുന്നത്. ആന്തൂർ സാജന്റെ കുടുംബം പിന്നീട് മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. മാനസികമായിട്ട് ഉള്ളിൽ തകർക്കുക എന്ന് പറയുമ്പോൾ എത്ര വിഷമമുണ്ട്, വേദനയുണ്ട്. അതും സ്വന്തം പാർട്ടീനെ ഇത്രയും നല്ലോണം സ്നേഹിച്ച ഒരു വ്യക്തിയല്ലേ. അതാണ് എനിക്ക് ഏറ്റവും വലിയ സങ്കടം. എനിക്ക് അറിയുന്നതാണ്. കാരണം ഞാൻ അതിൽ കണ്ട് എന്നോട് പറഞ്ഞ കാര്യം എന്നോട് പറഞ്ഞ കാര്യം ഇത് മാത്രം എൻ്റെ അടുത്ത് പോകുന്ന തലേ ദിവസം വരെ എൻ്റെ അടുത്ത് പറഞ്ഞ ഒറ്റ ഒരു കാര്യം മാത്രമേ ഇതുള്ളൂ. എനിക്കിതിൽ ഭയങ്കര വിഷമമുണ്ട്, എൻ്റെ പൈസ മുഴുവൻ അവിടെയായി, ഇനി എന്നാ ചെയ്യാന്ന്, നമ്മളെങ്ങനെ മുന്നോട്ട് പോവാ, അതിന് ലൈസൻസ് ഒന്നും കിട്ടൂല. ഇതാണ് എൻ്റെ അടുത്ത് ഒരു പറഞ്ഞ വാക്യം. ഇനി വേറെ നമ്മളെ ഈ വീട്ടിൽ ഒരു പ്രശ്നവുമില്ല, നമ്മൾ അത്രയും നല്ല സമാധാനത്തെ ഇനിയിപ്പം പ്രശ്നങ്ങൾ ഉണ്ടായാൽ തന്നെ എന്നെ അത് എനിക്ക് പറഞ്ഞു തന്നിട്ട് അത് പരിഹരിച്ചു തരാൻ പറ്റുന്ന ഒരു വ്യക്തിയാണത്. അതുപോലെ നാട്ടിലെല്ലാവരും ചോദിച്ചാൽ അറിയാം, നാട്ടിലെ ഏത് കാര്യത്തിനും പോയിട്ട് ഇടപെടാനും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഒതുങ്ങുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ ഇപ്പൊ നമ്മളെ വീട്ടിൽ ഇങ്ങനെ ഒരു ചെറിയ എന്തെങ്കിലും ഇപ്പൊ നിങ്ങൾ എന്ത് പ്രശ്നമാണെന്ന് എനിക്കറിയില്ല, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോയിട്ട് ആത്മഹത്യ ചെയ്യാൻ വക്കീൽ അവർ എത്തൂല ഒരിക്കലും. അങ്ങനെ ഒരിക്കലും ഞാനത് എന്റെ മനസ്സിൽ ഞാനത് ഒരിക്കലും വിശ്വസിക്കില്ല. ഞാനും എന്റെ മക്കളും എന്റെ കുടുംബക്കാരും ആരും വിശ്വസിക്കൂല. സയട്ടിന് അങ്ങനെ എന്തെങ്കിലും തെറ്റ് കണ്ടിട്ട് പോയിട്ട് അങ്ങനെ ആത്മഹത്യ ചെയ്യേണ്ട ഗതികോടൊന്നുമില്ല. കാരണം പുറം രാജ്യങ്ങൾ ഒരുപാട് നാട് കണ്ടിട്ട് വന്ന വ്യക്തിയാണ്. അങ്ങനെ ഒരു ചെറിയ നിസ്സാര കാര്യത്തിന് പോയിട്ട് പിന്നെ ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യമൊന്നും നമുക്ക് വരുന്നേ ഇല്ല. ഈ ഫോൺ കോളിനെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഇങ്ങനെ ഒരു ഫോൺ കോൾ, ഇത്രയും കൂടുതൽ ഫോൺ കോൾ വന്നു എന്നൊക്കെയാണ് പറയുന്നത്. ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയുന്നത്? അത് അച്ഛന്റെ പേരിലാണ് സിം ഉള്ളത്. അപ്പൊ ഞാനാണ് രാത്രി വിളിക്കുന്നത്, ഇതെല്ലാം ആക്കുന്നത്. വീഡിയോ കോളിങ് ഞാനാണ്. ഗെയിം ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഉറങ്ങലില്ല, ഗെയിം കളിക്കില്ല, ഞാൻ ഫ്രണ്ട്സിനെ കോൺഫറൻസ് ചെയ്ത് കളിക്കില്ല. ഞാൻ കോളിംഗ് അല്ല ഞാനാ ചെയ്യല്. ഇത് പോലീസ് ചോദിച്ചിരുന്നു മോനോട്? ഇല്ല, എന്നോട് ചോദിച്ചില്ല. ആരാ ചോദിച്ചിരുന്നു? ഈ ഫോൺ മോൻ ഉപയോഗിക്കുന്നല്ലേ? അച്ഛന്റെ പേരിൽ ഇപ്പൊ 4 സിം ഉണ്ട്. പക്ഷെ ഇപ്പൊ രാഷ്ട്രദീപികയിലെല്ലാം വന്ന ന്യൂസ് അതല്ലേ, ഇങ്ങനെയുള്ള ന്യൂസുകളാണ് രാഷ്ട്രദീപികയിലും ദേശാഭിമാനിലൊക്കെ വരുന്നത്. മോള് മൊഴി കൊടുത്തു എന്ന് പറയുന്നുണ്ടല്ലോ. മോള് അങ്ങനെ ഒരു മൊഴി കൊടുത്തതായിട്ട് എന്തെങ്കിലും കുടുംബ പ്രശ്നം ഉണ്ടായിരുന്നു എന്ന രീതിയിൽ മകൾ മൊഴി നൽകി എന്നാണ് ഇന്നത്തെ ഒരു പത്രം വാർത്ത കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഒരു മൊഴി മോള് കൊടുത്തിരുന്നോ? ഇല്ല, ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെ പറഞ്ഞില്ല. അത് അവർക്ക് റെക്കോർഡിങ്സ് ഉണ്ടാവും, പ്രൂഫ് വേണമെങ്കിൽ അവരെത്തും. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ചോദിച്ചില്ല, ഞാനൊന്നുമില്ല എന്നാ പറഞ്ഞു. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഇതുവരെ. അതെനിക്ക് ഉറപ്പ്. അങ്ങനെ പോലീസിന് മൊഴിയും നൽകിയിട്ടില്ല. ഇല്ല, അങ്ങനെയില്ല. ഇങ്ങനെ ഒരു ആരോപണം ഇതിലും പോലീസ് നിങ്ങളുടെ ബന്ധുക്കളെയോ അങ്ങനെ ആരെങ്കിലും അറിയിച്ചതായിട്ട് നിങ്ങളോട് പറഞ്ഞു? വേറെ മനസ്സൊന്നോ അങ്ങനെ ആരെങ്കിലും ചോദ്യം ചെയ്തെന്നോ അതിൽ എന്തെങ്കിലും വിവരം കിട്ടിയോ? ഇല്ല, അറിയിച്ചിട്ടില്ല. പത്രങ്ങളിലൂടെ അറിഞ്ഞതേ ഉള്ളൂ. കുറച്ചുകൂടി, അതായത് ആരാണ് ഇപ്പൊ ഇത്തരം വ്യാജ പ്രചരണങ്ങൾക്ക് പിന്നിൽ ആരാണെന്നാണ് ഇതിനെ വിശ്വസിക്കുന്നത്?
പാർട്ടി തന്നെ. പിന്നെ കഴിഞ്ഞ 2 ദിവസം മുന്നേ വേറൊരു ഇഷ്യൂ ആയിരുന്നു. ഇങ്ങനെ ഓരോ ദിവസം ഓരോരോ ഇഷ്യൂസ് നമ്മളിങ്ങനെ കേട്ടോണ്ടേ ഇരിക്കുവാണ്. തളർന്ന് പോയിരുന്നു. അതെ, അങ്ങനെ അവരെന്നെയാണ് ഇങ്ങനെ ഓരോ ഇഷ്യൂസ് ഉണ്ടാക്കുന്നത്. എന്ത് പക തീർക്കലാന്നൊന്നും എനിക്കറിയില്ല. പാർട്ടിനെ സ്നേഹിച്ചുകൊണ്ടാണ് എനിക്ക് അവരോട് ഭയങ്കര അവർ അത്രയധികം സ്നേഹിച്ചിരുന്നു പാർട്ടിനെ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമമാണ്. നമുക്ക് തന്നെ ആ പാർട്ടിനോട് ചായ്വ് വന്നുപോയി ഇവരെ സ്നേഹം കണ്ടിട്ട്. സംബന്ധിച്ച് പോലീസ് എന്തെങ്കിലും അറിയിപ്പ് ഇന്ന ഘട്ടത്തിൽ എത്തിയെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അറിയിപ്പ് പോലീസ് തന്നിട്ടുണ്ടോ? കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഇവിടെ ഒരു സംഭവം ഉണ്ടായി എന്നാണ് പറയപ്പെടുന്നത്. ബന്ധുക്കളിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു വിവരം, അതൊക്കെ ഇതിന്റെ ഭാഗമാണ്. അതെ അതെ അതെ. അവര് എങ്ങനെയാണ് ഇതിനെ ടേൺ ചെയ്ത് കൊണ്ടുപോകണ്ടെന്നാ നോക്കുന്നത്. ഏത് ഭാഗത്തേക്കാ തിരിക്കാനുള്ള ആ ഒരു ശ്രമമാണ്. പക്ഷെ നമ്മളെ കുറച്ച് വിശ്വാസം ഞാൻ അതിന് വ്യതിചലിക്കൂല. കാരണം ഇത് തന്നെ സംഭവം. കാരണം അതില്ല, അത് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും ഈ അപവാദ പ്രചരണം നടത്തുന്നത് ഇപ്പൊ പാർട്ടിക്കാർ തന്നെയാണല്ലേ? പിന്നെ ഇങ്ങനെ ഒരു അപവാദം നടക്കുന്നതായ ശേഷം പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥല്ലേ അവരെ ബന്ധപ്പെടുകയോ അവരോട് ഈ വിഷയങ്ങൾ എങ്ങനെ പറയുകയോ ചെയ്തിട്ടുണ്ട്? ഇല്ല. CPM-ന്റെ ഏതെങ്കിലും നേതാക്കളെ വിളിച്ച് സംസാരിക്കുകയോ എന്തെങ്കിലും ചെയ്തോ? ഏതെങ്കിലും രാഷ്ട്രീയ ഇതിനെപ്പറ്റി നമ്മളോട് ചോദിക്കുന്നില്ലല്ലോ, രാഷ്ട്രീയ നേതാക്കളോട്? ഇല്ല. CPM ഈ കാര്യത്തിലൊരു പ്രതിരോധം, കാരണം അവരെയാണ് പ്രതിക്കൂട്ടിൽ നിർത്തിയിട്ടുള്ളത്. അപ്പൊ അവർ സ്വാഭാവികമായും അതല്ല എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കും. അപ്പോ മറ്റുള്ളവർ ഈ കാര്യം രാഷ്ട്രീയ മുതലെടുപ്പ്, മറ്റു പാർട്ടിക്കാർ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നലുണ്ടോ ഈ ഒരു വിഷയം? ഇല്ല. ഇപ്പൊ നടക്കുന്നത് ഈ കേസ് വഴിതിരിച്ചു വിടാനുള്ള കുട്ടികളെ മൊഴി മാറ്റി പറഞ്ഞു, എനിക്കെതിരെ പറഞ്ഞിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പം നടക്കുന്നത്. ഇപ്പം അവര് ഇപ്പം പ്രചരിക്കുന്നത് ഇപ്പം മൻസൂർ ഡ്രൈവർ, മൻസൂറിന്റെ പേരിൽ അതിലുള്ള കോളുകൾ അതൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഒരു പ്രചാരണം നടക്കുന്നത്. മൻസൂറിന്റെ ഒരു പക്ഷെ അത് ആ ഒരു കാരണത്തിൽ അങ്ങനെ ചെയ്യൂല. ആ ഒരു കാരണം കൊണ്ട് അത് മോളിപ്പം പറഞ്ഞല്ലേ. ഞാനാണ് വിളിക്കുന്നത് മൻസൂർ അയച്ച്. അപ്പോ നമ്മള് ഇടയ്ക്കിടയ്ക്ക് ഗെയിംസിനും കളിക്കുമ്പോൾ നൈറ്റ് വിളിക്കുന്നതാണ്. നൈറ്റ് അധികം അച്ഛൻ വിളിക്കലേ ഇല്ല. അച്ഛൻ ഉറങ്ങലാണ്, അധികം ഉറങ്ങലാണ്. ലേറ്റ് നൈറ്റ് ഒന്നും നിൽക്കല്ല അച്ഛൻ. ഞാനാണ് ലേറ്റ് നൈറ്റ് നിൽക്കുന്ന ആള്. ഇത്രയും കൂടുതൽ പ്രാവശ്യം ഇങ്ങനെ എന്താ സംസാരിക്കുന്നുണ്ട്? ഇത്രയും കൂടുതൽ കാര്യങ്ങൾ ഇപ്പം മണിക്കൂറുകളൊക്കെ സംസാരിച്ചു എന്നൊക്കെ പറയാം. ഞാൻ ഗെയിം കളിക്കുന്നത്, കോൺഫറൻസ് ആണത്. PUBG പോലെ അതേപോലത്തെ ഗെയിംസ്. നിങ്ങൾ അടുത്ത സുഹൃത്തുക്കളാണ്? ഞാൻ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് നമ്മളുടെ. ഇപ്പോൾ ഈ വാർത്തയോട് എന്താണ് അവസാനമായിട്ട് പറയാനുള്ളത്? ഇങ്ങനെയുള്ള വാർത്തകൾ എന്താണ് നിങ്ങൾക്ക് ഈ പൊതുസമൂഹത്തോട് പറയാനുള്ളത്? കാരണം മോള് വളരുന്നതാണ്. കാരണം കുട്ടീനെ പറ്റിയിട്ട് ഇനി മക്കൾക്ക് ഒരു ഭാവിയിൽ അതൊരു ഇതാവരുത്. എനിക്ക് അത്രേ പറയാനുള്ളൂ. കേസുമായി മുന്നോട്ട് പോകും. അതെ കാരണം എന്ന് വെച്ചാൽ അതെ ഇനിയിപ്പോ ഇതിങ്ങനെ പോവാണെങ്കിൽ എനിക്ക് തന്നെ മാനസികമായി മടുത്ത്. കാരണം ഞാൻ ഇനിയെന്നാ ചെയ്യാൻ ഇനിയിപ്പോ എനിക്ക് 2 കുട്ടികളെ നോക്കണം. ഏട്ടൻ അങ്ങനെ ആ ഒരു ഇത് വഴി തെരഞ്ഞെടുത്തു. ഇനിയിപ്പോ ഞാൻ ഈ 2 കുട്ടികളെയും കൊണ്ട് ഞാൻ തന്നെ ചെയ്യാം. അവരിങ്ങനെ ഓരോരോ ദിവസം ഓരോ അപവാദങ്ങൾ വരുത്തുന്നു. എല്ലാവരും വിളിച്ച് എന്നോട് ചോദിക്കുന്നു, ഞാനെന്നാ ഉത്തരം പറയേണ്ടത്?